സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. തുടർച്ചയായി താപനില ഉയരുന്ന സാഹചര്യത്തിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷും തിരുവനന്തപുരത്ത് നലക്സറ മുഹമ്മദുമാണ് ചേരുന്നത്. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, ഇന്നലെ ചൂട് കുറഞ്ഞു എന്ന സൂചനകൾ വന്നിരുന്നു. എന്താണ് നിലവിലെ ജില്ലയിലെ സാഹചര്യം? മുണ്ടൂർ അടക്കമുള്ള വെതർ സ്റ്റേഷനുകളിൽ ഇന്നലെ 38 ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയത്. അത് താരതമ്യേന കുറവാണ്. അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ജില്ലയിൽ 40-ന് താഴേക്ക് താപനില വരുന്നത് ഇന്നലെയാണ്. ജില്ലയിലെ പല വെതർ സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരവും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താപനില ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രാവിലെ മുതലുള്ള ചൂടിന് യാതൊരു കുറവുമില്ല. ഇന്നിപ്പോൾ രാവിലെയൊക്കെ നോക്കുമ്പോൾ ഈ സമയത്ത് വളരെ നല്ല ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ പ്രയാസം നേരിടുന്ന സാഹചര്യമാണുള്ളത്. പകൽ സമയമാണ്, ആളുകൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നന്നായി അവരെ ഇത് ബാധിക്കുന്നുണ്ട്. എന്തായാലും അല്പം ഒരു ആശ്വാസം എന്ന നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഈ ജില്ലയിലെ കൊടും ചൂടുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഇന്ന് അറിയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വരും. അപ്പോൾ അറിയാൻ കഴിയും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത്. എന്തായാലും വളരെ ഗൗരവത്തിലാണ് ആരോഗ്യ വകുപ്പ് അടക്കം ഈ സാഹചര്യങ്ങളെ കാണുന്നത്. നമുക്കറിയാം, ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു. കായിക പരിശീലനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതിനൊക്കെ കർശന നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടി സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഒരു 2ാം വാരം മാത്രമേ, മെയ് 2ാം വാരം മാത്രമേ ജില്ലയിലേക്കടക്കം വേനൽ മഴ ലഭിക്കൂ എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അല്പം കൂടി ജില്ലയിലെ സാഹചര്യങ്ങൾ രൂക്ഷമാകുമെന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നലക്സറ മുഹമ്മദും ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതുപോലെ വേനൽ മഴയുമായി ബന്ധപ്പെട്ട കിട്ടുന്ന വിവരങ്ങളും എന്തൊക്കെയാണ്? 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് ചുട്ടുപൊള്ളുന്ന പാലക്കാട് നിലനിൽക്കുന്നുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ആലപ്പുഴ നേരത്തെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ആലപ്പുഴ ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം പക്ഷേ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഈ 3 ജില്ലകളിലും അതിനു മുമ്പ് രേഖപ്പെടുത്തിയിരുന്നതിനേക്കാൾ കുറവ് ചൂടാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 4 ദിവസം തുടർച്ചയായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച ജില്ലയായിരുന്നു പാലക്കാട്. അതിനുശേഷം കഴിഞ്ഞ ദിവസം 38 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട് ചൂട് താഴ്ന്നിരുന്നു. അതായത് ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം ചൂട് അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. അതായത് സാധാരണ നിലയിൽ നിന്നും 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ അത് സാധാരണ നിലയിൽ നിന്നും 5 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ രേഖപ്പെടുത്തിയിരുന്ന ഇടമാണ്. അവിടെയാണ് 3 ഡിഗ്രി സെൽഷ്യസ് താഴ്ന്നത്. അങ്ങനെ ഒരു ആശ്വാസം പാലക്കാടിനുണ്ട്, ഒരു നേരിയ ആശ്വാസമുണ്ട്. എന്നാൽ പോലും പാലക്കാട്, തൃശ്ശൂർ, ഒപ്പം കോഴിക്കോട് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ബാക്കി 9 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ ഈ ജില്ലകളിൽ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ തുടരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അത് അതുപോലെ തന്നെ തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിർജ്ജലീകരണത്തിന് സാധ്യതയുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത ഈ ഘട്ടത്തിലും തുടരേണ്ടതുണ്ട്. ആശ്വാസകരമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്ന വിവരം വേനൽ മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ്. ഇന്ന് 3 ജില്ലകൾ ഒഴികെ, അതായത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. വലിയ തോതിലുള്ള, അതായത് ശക്തമായ മഴയല്ല, യെല്ലോ അലേർട്ടോ മറ്റുമൊന്നും കൊടുക്കുന്ന തരത്തിലേക്കുള്ള മഴയല്ല, സാധാരണ ഇടത്തരം വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ എന്നുള്ളതാണ് പ്രവചനം. അതേസമയം മെയ് 6 ശേഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമുണ്ട്. ഈ ഘട്ടത്തിലൊന്നും മഴ ലഭിക്കാതിരുന്ന വടക്കൻ കേരളത്തിലെ കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് 6 ശേഷം. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. അലക്സറ മുഹമ്മദും നിഖിൽ പ്രമേഷുമാണ് വിവരങ്ങൾ നൽകിയത്.